ഞാനിന്ന് ഈ ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ചമ്മന്തി അല്ലെങ്കിൽ ചട്നി എന്ന് പറയും. ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് വാളംപുളി ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള ഒരു കുറച്ച് വാളംപുളി, പിന്നെ ഒരു 3-4 ചുവന്നുള്ളി വലുതാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ 2 മതി, പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, പിന്നെ 4 പച്ചമുളക്, കുറച്ച് വേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ഹാഫ് ഗ്ലാസ്, ഈ ഗ്ലാസ് ഹാഫ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ അരച്ച് എടുത്തിട്ട് പിന്നെ കടുക് പൊട്ടിക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് അരച്ചതിന് ശേഷം നമ്മൾ കടുകും ഉണക്കമുളകും ചേർത്ത് നമ്മളിത് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അടുപ്പത്തൊരു പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉണക്കമുളകും വേപ്പിലയും ചേർത്തിട്ട് നമുക്കിത് ചട്നി അരച്ച് വെച്ചതിലേക്ക് ഒഴിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ട്രീ ഓഫ് ചെയ്യാം. കാരണം വേപ്പലിക്കും ഉണക്കമുളകും ഒന്നും ആവാനായിട്ട് അധികം ചൂട് ആവശ്യമില്ല. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞതിൻ്റെ അപ്പോൾ ഇനി നമുക്ക് ഉണക്കമുളകും വേപ്പിലയും ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഉണക്കമുളകും വേപ്പിലയും ചേർത്തിട്ട് അതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഉണക്കമുളകും വേപ്പിലയും കടുകും പൊട്ടിച്ചത് ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടിയൊക്കെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്നി. അപ്പോൾ എല്ലാവരും ഇഡ്ഡലിയും ഉണ്ടാക്കി നോക്കണം, അതുപോലെ തന്നെ ഈ ചട്നിയും ഉണ്ടാക്കി നോക്കണം. അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.